खास है हम सभी में, कुछ बात है हम सभी में, बात है खास है, कुछ स्वाद है, क्या स्वाद है जिंदगी में। Cadbury's Dairy Milk. കാഡ്ബറിയുടെ അടുത്തിറങ്ങിയ പരസ്യത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇതൊരു പുതിയ പാട്ടല്ല. 27 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പഴയ ദൂരദർശനിൽ കാഡ്ബറി അവതരിപ്പിച്ച ആ പഴയ പാട്ട് തന്നെയാണ് 2021 പരസ്യത്തിനായി വീണ്ടും തിരഞ്ഞെടുത്തത്. ഈ ഒരു പരസ്യത്തിൻ്റെ ഗാനം എന്നെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഒരു ദൂരദർശൻ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ മനസ്സിലൂടെ ഒന്നുകൂടി കടന്നുപോയി. പാട്ടുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? നമ്മളത് കേൾക്കുമ്പോൾ അത് ആദ്യമായി കേട്ട കാലഘട്ടത്തിലേക്ക് നമ്മെ തന്നെ കൂട്ടിക്കൊണ്ടുപോകും. പാട്ടുകൾക്ക് നമ്മുടെ ജീവിതവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ പ്രായത്തിലും കേൾക്കുന്ന പാട്ടുകൾ, ഓരോ സമയങ്ങളിലെ മാറുന്ന അഭിരുചികൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ എപ്പിസോഡിൽ ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. സംഗീതത്തിനൊരു വല്ലാത്ത ശക്തിയുണ്ട്. ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനതയും ഒന്നിച്ചു നിർത്തുന്നത് സംഗീതത്തിൻ്റെ ഭാഷയുടെ മുൻപിലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ സമ്പന്നനെന്നോ സാധാരണക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ജീവിതത്തിലെ ഓരോ കാലത്തിലെയും പാട്ടുകളുടെ സംഗീതത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഒരു കാലത്ത് വീട്ടിൽ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത് അല്പം അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രത്തിലെ പാട്ടുകൾ കേട്ടായിരുന്നു. അതെന്നും കേൾക്കുമ്പോൾ ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കമായി തോന്നിയിരുന്നു. പ്രത്യേകിച്ച് തണുപ്പുള്ള ഡിസംബർ മാസങ്ങളിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ മനസ്സിൽ കുളിര് കോരിയിട്ടിരുന്നു. ഈ ഓർമ്മകൾ ക്ഷേത്രങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടിയെത്തുമെന്ന് എനിക്കറിയാം. ചെറിയ നാളുകളിൽ റേഡിയോയിലൂടെ കേട്ട പാട്ടുകളെക്കുറിച്ചും ആകാശവാണിയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞിരുന്നു. സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് സംഗീതത്തിന് മാത്രമായി ആഴ്ചയിൽ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. പാട്ട് നന്നായി പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. ടീച്ചർ പാട്ടിനെക്കുറിച്ച് സംസാരിക്കുകയും പാടാൻ അറിയാവുന്ന കുട്ടികളെ കൊണ്ട് പാടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നന്നായി പാടുന്ന കുട്ടികളോട് പ്രത്യേക സ്നേഹവും ഒരല്പം അസൂയയും ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് എല്ലാ മ്യൂസിക് പീരീഡിലും ശരത്കാല സന്ധ്യ കുളിർത്തൂകി വന്നു എന്ന പാട്ട് പാടിയിരുന്ന സുനിലിനെ ഓർമ്മ വരുന്നു. അവൻ എല്ലാ പീരീഡിലും ഒരേ പാട്ടാണ് പാടിയിരുന്നത്. എവിടെയാണ് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എന്നൊക്കെ ഇപ്പോൾ ഓർക്കുവാൻ കൂടി കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് അറിയില്ല. ഹൈസ്കൂളിൽ വെച്ച് പാട്ട് പഠിപ്പിച്ചിരുന്നത് സംസാരിക്കുമ്പോൾ തന്നെ ശബ്ദത്തിൽ മാധുര്യം കലർത്തിയിരുന്ന രാജമ്മ ടീച്ചറായിരുന്നു. ടീച്ചർ വളരെ മനോഹരമായി പാടുമായിരുന്നു. പാട്ടുകളെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുകയും കഴിവുള്ള കുട്ടികളെ കൊണ്ട് പാടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ടീച്ചറിൻ്റെ മകൻ പ്രദീപ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പ്രദീപ് വളരെ നന്നായി പാടുമായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പാട്ട് പാടി പ്രദീപ് അയക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സ്കൂൾ കാലഘട്ടത്തിൽ ആ സമയത്ത് പാടുന്ന ആൾക്കാരോടൊക്കെ ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു. പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർക്ക് അതെങ്ങനെയാണ് അവർ പാടുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പാട്ട് പഠിക്കുന്നത്, ഇതൊന്നും അറിയില്ല. പക്ഷേ പാടുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക സ്നേഹം, ഒരു പ്രത്യേക ബഹുമാനമൊക്കെ തോന്നിയിരുന്നു. കോളേജിൽ ചെന്നപ്പോഴാണ് പാട്ട് പാടുന്നവരുടെ വില ശരിക്കും മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമിലൊക്കെ പാട്ട് പാടുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയും മാഗസിൻ എഡിറ്ററൊക്കെയായും മത്സരിക്കുമ്പോൾ മറ്റുള്ള കഴിവിൻ്റെ കൂടെ പാട്ട് പാടുന്നവർ കൂടെ ആണെങ്കിൽ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നത് എൻ്റെ പഴയ ആ കോളേജ് കാലമാണ് കേട്ടോ.
വിപ്ലവങ്ങളിൽ വിശ്വസിക്കാത്ത പെൺകുട്ടികൾ, പ്രത്യേകിച്ച് സമാധാനപ്രിയരായ ഗായകരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടിയാണ്. മനോഹരമായി പാടുന്നവരോട് എല്ലാ കാലത്തും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാണ്. അത്തരക്കാരോട് പ്രണയാഭ്യർത്ഥനകൾ നടത്തുന്നവരുമുണ്ട്. പാട്ടിനോടുള്ള ഇഷ്ടം പലരെയും ഒരു പാട്ടിലാക്കിയ കഥകളുമുണ്ട്. പിന്നീട് ജോലിയുടെ സമയത്താണ് ഓഫീസ് ഗെറ്റ് ടുഗദറിലൊക്കെ സ്ഥിരമായി പാടുന്നവരെ കണ്ടത്. വളരെ കുറച്ച് പേർ സ്റ്റൈലായി ഗിത്താറൊക്കെ വായിച്ച് പാടിയും കണ്ടിട്ടുണ്ട്. മൈക്ക് കിട്ടിയാൽ പാട്ട് നിർത്താത്തവരുമുണ്ട്. ചിലർക്ക് പാട്ടുകൾ മറ്റെന്തിനേക്കാളും ഒരു ലഹരിയാണ്. എവിടെ പോയാലും പാട്ടുകളുടെ ലിറിക്സൊക്കെ എഴുതിയ ബുക്ക് കൊണ്ട് നടക്കുന്ന, അവസരം കിട്ടിയാൽ നിർത്താതെ പാടുന്ന ഒരുപാട് പാട്ട് പ്രേമികളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ഓഫീസുകളിൽ മാത്രമല്ല, അപ്പാർട്ട്മെൻറ്റ് അസോസിയേഷൻ്റെ പരിപാടികളിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളിലും ഓണം, ക്രിസ്മസ്, പുതുവർഷ പരിപാടികളിലെയൊക്കെ സജീവ സാന്നിധ്യമാണ്. അവർക്കൊന്നേ ആഗ്രഹമുള്ളൂ, പാടിക്കൊണ്ടേയിരിക്കുക. പാട്ട് പാടുക എന്നത് അവർക്കൊരു ലഹരി തന്നെയാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പാട്ടുകളുടെ വരികൾ നമുക്കായി പാടിയതുപോലെ തോന്നാറുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പോലെയുള്ള പാട്ടുകൾ നമുക്ക് മുൻപിൽ കടന്നു വരുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ടോ? കാരണമറിയാതെ മനസ്സ് വേദനിക്കുമ്പോഴും അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ സങ്കടപ്പെടുത്തുമ്പോഴുമൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളെ അത് എവിടെയൊക്കെയോ കൊണ്ടെത്തിക്കുന്നു. ഒരു കാലത്ത് വളരെ ഇഷ്ടം തോന്നിയിരുന്ന ഒരാൾ എപ്പോഴോ അകലം പാലിക്കുന്ന കാലത്ത് കേൾക്കുന്ന പാട്ടുകൾ പിന്നീട് കാലം എത്ര കഴിഞ്ഞാലും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകൾ നമ്മളെ ആ പഴയ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഒരാളെ വീണ്ടും മനസ്സിലേക്ക് അറിയാതെ എത്തിക്കുകയും ചെയ്യും. ഒരു നെടുവീർപ്പോടെ കുറച്ച് സമയം കഴിഞ്ഞ് നാം തന്നെ ആ ഓർമ്മകളുടെ കെട്ടഴിച്ച് വിടുകയും ചെയ്യും. പ്രണയനഷ്ടം കഴിഞ്ഞു നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ബ്രേക്കപ്പ് ടൈം ആണെങ്കിൽ പാട്ടുകൾ അവർക്കൊരാശ്വാസമായിരുന്നു. ബാബുരാജിൻ്റെയും ദേവരാജിൻ്റെയും കാലത്ത് നിന്ന് ജോൺസൺ മാസ്റ്ററുടെയും രവീന്ദ്രൻ മാസ്റ്ററുടെയും ഇപ്പോൾ എം ജയചന്ദ്രൻ്റെയും അതും കടന്ന് ഷാൻ റഹ്മാൻ്റെയൊക്കെ കാലത്ത് എത്തി നിൽക്കുമ്പോൾ പാട്ടുകൾ ഏത് തലമുറയ്ക്കും പ്രണയനഷ്ടത്തിൻ്റെ സമയത്ത് ആശ്വാസം തന്നെയാണ്. ഒരു കാലത്ത് ഇംഗ്ലീഷിൽ ബ്രയാൻ ആഡംസും എറിക് ക്ലാപ്റ്റനും ഒക്കെ തുടങ്ങി ഇപ്പോൾ ചാർലി പുത്തും ഹാരി സ്റ്റൈൽസിലുമൊക്കെ എത്തി നിൽക്കുന്ന മറ്റൊരു തലമുറയ്ക്ക് ബ്രേക്കപ്പ് റിലീഫാണ് ഇംഗ്ലീഷ് ഗാനങ്ങൾ. ബോംബെ എന്ന സിനിമയിലെ AR റഹ്മാൻ ഒരുക്കിയ തീം മ്യൂസിക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേർ കേട്ടിട്ടുണ്ടെന്നറിയാം. ആ ഒരു തീം മ്യൂസിക് കണ്ണടച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇതെനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നെനിക്കറിയില്ല. ചില സംഗീതം കാരണമറിയാത്ത വിഷാദാവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും. വളരെ നേരം കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ കണ്ണുകളിൽ നനവ് പകർത്തുകയും ചെയ്യും. മറ്റു ചില പാട്ടുകൾ ഒരു രാജ്യത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. ചക് ദേ ഇന്ത്യ ഒരു ഉദാഹരണമാണ്. ഇപ്പോഴും ഏതെങ്കിലും സ്പോർട്സിൽ ഇന്ത്യ ഫൈനലിലെത്തുമ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന പ്രത്യേക ഗാനമാണത്. മാസ്മരികമായ ഒരു ശക്തിയാണ് ആ പാട്ടിന്. തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് തിരിച്ചുവിടാൻ ആ പാട്ടിന് കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങളും ഓർമ്മകളെ ഉണർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഓണവും വിഷുവും ഒക്കെ എത്തുമ്പോൾ മനസ്സിലേക്ക് പഴയ പാട്ടുകൾ നാം അറിയാതെ ഉണർന്നു വരും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കേട്ടതാണെങ്കിലും ഒന്നുകൂടി കേട്ടു തുടങ്ങുമ്പോൾ ആ പാട്ടുകളുടെ വരിയൊക്കെ നാം അറിയാതെ ചുണ്ടുകളിലെത്തും. വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പഠിച്ച കരോൾ ഗാനങ്ങളുമൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അങ്ങനെ തന്നെയാണ്. സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും ഓർത്തെടുക്കാൻ പറ്റാത്ത മറ്റൊന്നിനെ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മെ പാടി ഉറക്കാൻ അമ്മമാർ ഉപയോഗിച്ചിരുന്ന താരാട്ടുപാട്ടുകൾ. ഓരോ കാലഘട്ടത്തിലെയും സിനിമാ പാട്ടുകളോ അല്ലെങ്കിൽ അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതോ ആയ പാട്ടുകളാണ് നമ്മയൊക്കെ ഉറക്കാൻ അവർ അവരുടെ ശബ്ദത്തിൽ പാടിയിരുന്നത്. ആ പാട്ടുകൾ കേട്ട് ഒരു ചെറിയ ചിരിയോടെ ഉറങ്ങുന്ന നമ്മെ നോക്കി നമ്മുടെ അമ്മമാർ സ്നേഹത്തോടെ മന്ദഹസിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പാട്ടുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അല്ലെങ്കിൽ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ഓർമ്മകൾ ഇനിയുമുണ്ട്. പാട്ടുകളുടെ ഒരിക്കലും മുറിയാത്ത പൊക്കിൾക്കൊടി ബന്ധം തുടങ്ങുന്നത് താരാട്ടുപാട്ടുകളിൽ തുടങ്ങിയായിരിക്കും. അവിടെ നിന്ന് മരണം വരെ നമ്മുടെ സുഖദുഃഖങ്ങളിൽ, നമ്മുടെ യാത്രകളിലൊക്കെ നമുക്ക് കൂട്ടായി എത്തുന്ന സുഹൃത്താണ് സംഗീതം.
സംഗീതമാണ് ജീവിതം.